55-ാം ശ്ലോകത്തില് എന്താണ് ബന്ധം എന്ന് പറഞ്ഞു. അവിദ്യ, കാമ, കർമ്മ ആദിയാണ് ബന്ധം. അതിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാൻ ബ്രഹ്മായുസിന്റെ അനേകം ബ്രഹ്മാക്കളുടെ ആയുഷ്കാലം കഴിഞ്ഞാലും വേറൊരാൾക്ക് പറ്റില്ല. അവനവന് മാത്രമേ അവനവനെ മുക്തനാക്കാൻ പറ്റുള്ളൂ. കാരണം അവനവനെ ബന്ധനത്തിലാക്കിയത് ആരാ? അവനവൻ തന്നെ. എങ്ങനെ? ഓരോ ചിന്തകൾ വരുമ്പോ ആ ചിന്തകളിൽ കയറി കുടുങ്ങി താതാത്മ്യം പ്രാപിച്ചു. ആ കാമന എന്ന് പറഞ്ഞ ചിന്തയാണ്. അതിന് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ആ കർമ്മങ്ങൾ ചെയ്തു, പുണ്യപാപ മിശ്ര കർമ്മങ്ങൾ. അതിന്റെ ഫലമായിട്ട് വാസനകൾ ഉണ്ടായി. ആ വാസനകൾ വീണ്ടും അടുത്ത മുറയ്ക്ക് വീണ്ടും ആഗ്രഹങ്ങളെ, ചിന്തകളെ ഉണ്ടാക്കി. അത് വീണ്ടും കർമ്മങ്ങളിലേക്ക് നയിക്കുന്നു. അത് വീണ്ടും വാസനകളെ സൃഷ്ടിക്കുന്നു. ഈ ചക്രത്തിൽ കെട്ടുന്ന ഈ ചാക്രികതയില് ഇട്ട് നമ്മളെ പുറത്തു കടക്കാൻ കഴിയാതെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അവരവർ തന്നെയായതുകൊണ്ട് അവരവർക്ക് മാത്രമേ അവനവനെ മോചിപ്പിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഉദ്ധരേത് ആത്മനാ ആത്മാനെന്ന് ഗീതയിൽ ഭഗവാൻ പറഞ്ഞത്. നീ തന്നെ വേണം നിന്നെ ഉദ്ധരിക്കാൻ. നീയാണ് നിന്നെ കുടുക്കിയത്. ഇഫ് യു ക്യാൻ ടൈ യു ക്യാൻ അൺടൈ ഓൾസോ എന്ന് പറയും. മനസ്സിലായോ? നിങ്ങൾക്ക് നിങ്ങളെ കെട്ടാൻ കഴിയും, കഴിക്കാനും കഴിയും. പുറത്താരും കെട്ടിയിട്ടില്ലേ നമ്മളെ? ഈ ചിന്ത വഴിയായിട്ട് നമ്മൾ നമ്മളെ കെട്ടിയിട്ടത് പാശബന്ധമത. അപ്പൊ നമുക്ക് തന്നെ നമ്മളെ അഴിക്കാനും പറ്റുള്ളൂ. ഈ അഴിക്കുന്ന പ്രക്രിയയാണ് അവിദ്യ, തന്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിയായ്മ. അതിനാണ് വിവേകചൂടാമണി പഠിക്കുമ്പോൾ നമ്മുടെ യഥാർത്ഥ സ്വരൂപം ആചാര്യസ്വാമികൾ പറഞ്ഞു തരും. ശങ്കരഭഗവത്പാദർ പറഞ്ഞു തരും നമുക്ക്. മനസ്സിലായോ? ആ അറിവിന്റെ വെളിച്ചത്തില് ചിദാനന്ദമാണ്, ശുദ്ധബോധമാണ്, സാക്ഷിയാണ്, ദ്രഷ്ടാവാണ് ഞാൻ. ഇതൊക്കെ ദൃശ്യമാണ്, ചിന്ത ദൃശ്യമാണ്. ഓരോ ചിന്ത വരുമ്പോഴും ദൃശ്യം സർവം അനാത്മാസ്യ, ദൃശ്യമൊക്കെ അനാത്മാവാണ്. ദൃഗേവാത്മാ, ദൃക്കാണ് ആത്മാ എന്ന് ഉള്ള ഗുരുപദേശത്തെ ഓർമ്മിച്ചുകൊണ്ട് ദൃഷ്ടയെ ദൃക്കിലേക്ക് തിരിക്കുക. അപ്പൊ ദൃശ്യത്തിലോട്ട് താതാത്മ്യം വിട്ടു. അപ്പൊ അടുത്ത ലെവലിലേക്ക് പോയില്ല. ചിന്താതലത്തിൽ അതിനെ എന്തെന്നു അവസാനിപ്പിച്ചു. കർമ്മത്തിലേക്ക് പോയില്ല. കർമ്മത്തിലേക്ക് പോകണില്ലേ പിന്നെ വാസന ഉണ്ടാവില്ല. മനസ്സിലായോ? ഇങ്ങനെ നമ്മൾ നിരന്തരം പരിശ്രമിക്കുമ്പോൾ എന്തായി? ഇങ്ങനെ നിരന്തരം പരിശ്രമിക്കുമ്പോൾ ആ വാസനകൾ കമ്മിയായി 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 വരും. പൂർവ്വവാസനയാണ് ഈ ചിന്തയായിട്ട് വരുന്നത്, ആ കാമനയായി വരുന്നത്. അതിന് ശക്തി കുറഞ്ഞു 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 വരും. അതിൻ്റെ ഇൻഫ്ലുവൻസ് കുറഞ്ഞു 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 വരും. അതിന് നമ്മുടെ മേലുള്ള സ്വാധീനം കുറഞ്ഞു 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 വരും. മനസ്സിലായോ? അങ്ങനെ നിരന്തരമായി ഈ സാക്ഷി സ്വരൂപത്തെ ഓർമ്മിക്കുന്നത് വഴി, നമ്മുടെ യഥാർത്ഥ സ്വരൂപം ദൃക്സ്വരൂപമാണെന്നത് ഓർമ്മിക്കുന്നത് വഴി മനസ്സതിൽ ഉറച്ചു കഴിഞ്ഞാലോ പിന്നെ ഒട്ടും ബാധിക്കാതെ പൂർണ്ണമായ കർമ്മബന്ധത്തിനുള്ള മോചനമായി. ഇതിന് അവനവൻ പരിശ്രമിക്കണം എന്നാണ് 55-ാം ശ്ലോകത്തിൽ പറഞ്ഞത്. ഇന്ന് നമുക്ക് 56-ാം ശ്ലോകം നോക്കാം. ആത്മജ്ഞാനത്തിന്റെ ആവശ്യകതയും മഹിമയുമാണ് പറയുന്നത്. വേറെ എന്തെല്ലാം യോഗ്യത ഉണ്ടായിട്ടും എന്തൊക്കെ പഠിച്ചിട്ടും കാര്യമില്ല. ആത്മജ്ഞാനം കൊണ്ട് മാത്രമാണ് ഈ മുക്തി എന്ന് പറയുന്നത്. നയോഗേന ന സാഖ്യേന കർമ്മണാനോ ന വിദ്യയാ ബ്രഹ്മാത്മൈകത്വബോധേന മോക്ഷസിദ്ധ്യതി നാന്യഥാ. ന യോഗേന ന സാഖ്യേന കർമ്മണാനോ ന വിദ്യയാ ബ്രഹ്മാത്മൈകത്വബോധേന മോക്ഷസിദ്ധ്യതി നാന്യഥാ. ന യോഗേന, യോഗം കൊണ്ടോ, യോഗം കൊണ്ട് മോക്ഷഹാന സിദ്ധ്യതി, മോക്ഷഹാ സിദ്ധ്യതി, മോക്ഷം സിദ്ധിക്കുന്നത് ബ്രഹ്മാത്മ ഏകത്വബോധേന, ആത്മാവും ബ്രഹ്മവും ഏകമാണ്, ഒന്നാണെന്നുള്ള ആ അറിവ് കൊണ്ടാണ്, ആത്മജ്ഞാനം കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? മോക്ഷഹാ സിദ്ധ്യതി ന അന്യഥ, വേറെ ഒന്നുകൊണ്ടും മോക്ഷം കിട്ടില്ല. മോക്ഷം കിട്ടേണ്ടതുമല്ല. ബന്ധം മനസ്സിന്റെ കൽപ്പനയാണ്, അജ്ഞാനം കൊണ്ടുണ്ടായതാണ്. അജ്ഞാനം നീങ്ങുമ്പോൾ താൻ എപ്പോഴും മുക്തനായിരുന്നു തിരിച്ചറിയാം. അതിനെന്താ വേണ്ടത്? എപ്പോഴും ബദ്ധനാവാത്ത, എപ്പോഴും മുക്തമായിരിക്കുന്ന ആത്മസ്വരൂപമാണ് തൻ്റെ സ്വരൂപം തിരിച്ചറിയില്ല. അത് ആത്മജ്ഞാനം കൊണ്ട് സാധിക്കുള്ളൂ. അല്ലാതെ ന യോഗേന, യോഗം കൊണ്ടോ, ന സാഖ്യേന, സാഖ്യം കൊണ്ടോ, ന കർമ്മണ, കർമ്മം കൊണ്ടോ, ന വിദ്യയാ, വിദ്യ കൊണ്ടോ മോക്ഷ ന സിദ്ധ്യതി, മോക്ഷം കിട്ടില്ല. ഇവിടെ യോഗം എന്ന് പറഞ്ഞാണ്, ഇവിടെ യോഗം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള യോഗാനുഷ്ഠാനങ്ങൾ, പാതഞ്ജല യോഗമാവാം, അഷ്ടാംഗ യോഗമാവാം. അതായത് ഈ വേദാന്തം അവസാനത്തെയാണ്, ഏറ്റവും ടോപ്പായിട്ടുള്ള കൾമിനേഷനാണ്. അതിന് മുമ്പുള്ള ദർശനങ്ങൾ ധാരണ. യോഗം
സാഖ്യം. ഇതൊക്കെ ഓരോ ദർശനങ്ങളാണ്. വൈശേഷികം, പൂർവമീമാംസ. കർമ്മം എന്ന് പറഞ്ഞാൽ പൂർവമീമാംസ, അല്ലേ, കർമ്മകാണ്ഡം. വിദ്യ എന്ന് പറഞ്ഞാൽ ഉപാസന. വേദത്തിലും ഉപനിഷത്തുകളിലൊക്കെ വിദ്യയെ ഉപാസനയായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഉപാസന മാനസിക കർമ്മമാണ്. ഒരു വിഗ്രഹം വെച്ചു, ഈ വിഗ്രഹത്തെ കൃഷ്ണനെന്ന് ഗുരുവായൂരപ്പനെന്ന് നമ്മൾ ഭാവന ചെയ്യണം. അത് മാനസികമായ പ്രക്രിയയല്ലേ. എന്നിട്ട് ആ രൂപത്തെ മനസ്സുകൊണ്ട് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. അതൊക്കെ മാനസിക വ്യാപാരമാണ്, ആണ് ഉപാസന. വിദ്യ, യോഗം, സാഖ്യം, വൈശേഷികം, പൂർവമീമാംസ ഇത്യാദി പല പല സമ്പ്രദായങ്ങളുണ്ട്. 6 സമ്പ്രദായങ്ങളുണ്ട് മൊത്തത്തിൽ. അതുകൊണ്ടൊന്നും നമുക്ക് ആത്മജ്ഞാനം ഉണ്ടാവില്ല. ന്യായം, വേറൊരു ഷഡ്ദർശനങ്ങളുണ്ടല്ലോ. ആ ഷഡ്ദർശനങ്ങൾക്കൊക്കെ അതിൻ്റെതായ സ്ഥാനമുണ്ട്. പ്രാണായാമാദികളെ കൊണ്ട് മനസ്സിനെ ശാന്താക്കാൻ കഴിയും. ഉപാസന തീർച്ചയായിട്ടും ആവശ്യമാണ് മനഃശുദ്ധിക്കും ഏകാഗ്രതയ്ക്കും. പക്ഷെ അതുകൊണ്ട് മാത്രം മോക്ഷം കിട്ടില്ല. അതൊക്കെ മനസ്സിനെ പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കും. മനസ്സിലായോ? പ്രിപ്പയർ ചെയ്യാൻ ഇതൊക്കെ ഉപയോഗിച്ചോളൂ. പ്രിപ്പറേഷൻ, മനസ്സിനെ പാകപ്പെടുത്താൻ. ആ പാകപ്പെട്ട മനസ്സിൽ എന്തുണ്ടാവണം? ഞാൻ ആത്മാവാണ്, ആ ആത്മാവ് ഇൻഫിനിറ്റ് ആണ് എന്ന ബോധ്യം ഉണ്ടാവണം. മനസ്സിലായോ? ആ സാക്ഷാത്കാരം ഉണ്ടാവണം. മറ്റെല്ലാം നമ്മൾ ഈ ശരീരമാണെന്ന ഭാവനയെ കളയാൻ സഹായിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ആത്മജ്ഞാനം കൊണ്ടേ മോക്ഷമുള്ളൂ എന്ന് പറഞ്ഞത്? മറ്റെല്ലാ അനുഷ്ഠാനങ്ങളും മാർഗം ചെയ്യുമ്പോഴും നമ്മൾ ശരീരമാണെന്നുള്ള വിചാരത്തിൽ തന്നെ ഇരിക്കുക. ശരീരം ആണെന്നുള്ള വിചാരമുള്ളപ്പോൾ തനിക്ക് അപൂർണതാബോധം ഉണ്ടാവില്ലേ? ലിമിറ്റേഷൻ ഫീലിംഗ് ഉണ്ടാവില്ലേ? ഇൻഫിനിറ്റായ അൺലിമിറ്റഡായ ആത്മാവാണ് എന്നുള്ള സാക്ഷാത്കാരം ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഞാനിപ്പോ പരിമിതമായ ദേഹമാണെന്ന വിചാരം ഉണ്ടായ. അതിന്റെ പേരിൽ അജ്ഞാനം, അവിദ്യ. അപ്പൊ അതിലിരുന്നുകൊണ്ട് ഒരിക്കലും മോക്ഷം സാധ്യമല്ല. മറ്റെല്ലാം ഈ ഭാവനയെ വർദ്ധിപ്പിക്കുന്നുള്ളൂ. യോഗാനുഷ്ഠാനങ്ങൾ ചെയ്യണതായാലും ശരി, സാഖ്യത്തിൽ എന്താ? സാഖ്യത്തിൽ പ്രകൃതിയും പുരുഷനും രണ്ടാണ്, ദ്വൈതമുണ്ട്, അല്ലേ? ഇവിടെ ബ്രഹ്മാത്മേകത്വ ബോധം എന്താ? ബ്രഹ്മാത്മൈക്യബോധം എന്ന് പറയും. ഞാൻ എന്ന് പറഞ്ഞാൽ ശരീരമല്ല, ആത്മാവാണ്. ആത്മാവെന്ന് പറഞ്ഞാൽ ശരീരത്തെ, ശരീരം, മനസ്സ് മുതലായ ഇതൊക്കെ ദൃശ്യമാണ്. ഇവയൊക്കെ അറിയുന്ന ബോധമാണ്, ചൈതന്യമാണ്. അതാകട്ടെ മാറാത്തത് കൊണ്ട്, മാറ്റങ്ങളെ അറിയുന്നതുകൊണ്ട് മാറാത്തത് കൊണ്ട് കാലദേശാതീതമാണ്. കാലദേശാതീതമായതുകൊണ്ടോ അത് അനന്തമാണ്, ഇൻഫിനിറ്റ് ആണ്, അൺലിമിറ്റഡ് ആണ്. മനസ്സിലായോ? ബ്രഹ്മം എന്ന് പറഞ്ഞ എന്താർത്ഥം? അപാരം, അനന്തം, അൺലിമിറ്റഡ്, ഇൻഫിനിറ്റ് എന്നർത്ഥം. അപ്പൊ ആ ബോധത്തിന്റെ, സാക്ഷിയായ ബോധത്തിന്റെ അല്ലെങ്കിൽ ആത്മാവിന്റെ സ്വരൂപം എന്താണ്? അത് ഇൻഫിനിറ്റ് ആണ്, ബ്രഹ്മാണത്. ആ ഇൻഫിനിറ്റായ ആ ആത്മാവാണ് താനെന്ന ബോധം കൊണ്ടേ ഉള്ളൂ, സാക്ഷാത്കാരം കൊണ്ടേ ഉള്ളൂ മോക്ഷം എന്ന്. കാരണം അതല്ലാതെ അതിനെ മറന്ന്, അതാണെന്നുള്ളത് മറന്ന് ശരീരമാണെന്ന് വിചാരിച്ചുകൊണ്ടാണല്ലോ ബന്ധം വന്നത്. അതുകൊണ്ടാണ് ബ്രഹ്മാത്മേകത്വബോധം അല്ലെങ്കിൽ ആത്മ ഐക്യബോധം എന്ന് പറഞ്ഞ ഒന്ന് തന്നെ. ആത്മാവും ബ്രഹ്മവും ഒന്നാകുന്നു എന്ന ബോധം, ചെവിടെ ജ്ഞാനം, അറിവ്. ആത്മാവും ബ്രഹ്മവും ഒന്നെന്ന് പറഞ്ഞാൽ എന്താ? ആത്മാവെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം ആദ്യം. ആത്മാവെന്ന് പറഞ്ഞാൽ ബോധസ്വരൂപമാകുന്നു ആത്മാവ്. ഏതൊരു ബോധത്താൽ നമ്മുടെ ശരീരത്തെ ഞാൻ അറിയുന്നു, മനസ്സിനെ അറിയുന്നു, ചിന്തകളെ അറിയുന്നു, ബാഹ്യ ലോകത്തെ അറിയുന്നു, ആ ബോധം ചൈതന്യം. ബോധം ജഡല്ല, ചൈതന്യം. അത് എല്ലാ ദൃശ്യങ്ങളെയും അറിയുന്നു, ബോധിക്കുന്നു, പ്രകാശിപ്പിക്കുന്നു. ദൃശ്യങ്ങൾക്കൊക്കെ മാറ്റമുണ്ട്, സബ്ജക്ട് ടു ചേഞ്ച് ആൻഡ് മോഡിഫിക്കേഷൻ ഉണ്ട്. ദൃക്കായ ആ ബോധത്തിന് മാറ്റമില്ല. അതാണ് ഞാൻ. അതാണ് ഗുരു തത്വമസി ഉപദേശിക്കുന്നത്. അതാണ് ഞാൻ. ഞാൻ ആ ദൃക്സ്വരൂപനായ പരമാത്മാവാണെങ്കിൽ അതിന് ഒരിക്കലും മാറ്റമില്ലാത്തത് കൊണ്ട് ഞാൻ ഇൻഫിനിറ്റ് ആണ്, ബ്രഹ്മാണ്. മനസ്സിലായോ? അത് പിന്നെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അത് ഓൾറെഡി എങ്ങനെയാണ്? ഈ മുറിക്കകത്തുള്ള ആകാശം ഓൾറെഡി ഇൻഫിനിറ്റ് ആണ്. പക്ഷെ ചുമരിൻ്റെലൂടെ നോക്കുമ്പോൾ ചെറുത് തോന്നുക. അതുമാതിരി ഈ ശരീരത്തെ ഞാനെന്ന് അഭിമാനിക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ചൈതന്യം, ആത്മാബോധം പരിമിതമാണെന്ന്. അങ്ങനെയല്ല. അതുകൊണ്ട് എന്ത് പേരെ വേണ്ടു? ബ്രഹ്മവും ആത്മാവും ഒന്നാണെന്ന് അറിയാൻ വേണ്ടി പ്രത്യേക ശ്രമം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മുടെ അറ്റൻഷനെ ശരീരത്തിൽ നിന്ന് ഉയർത്തി ബോധത്തിലേക്ക്, ആത്മാവിലേക്ക് ഉയർത്തിയാൽ മതി. ആ ആത്മസ്വരൂപമാണ് തൻ്റെ സ്വരൂപം എന്ന് അറിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻഫിനിറ്റ് ആണ്, ബ്രഹ്മാണ്. മനസ്സിലായോ? അപ്പോൾ ബ്രഹ്മാത്മൈക്യ ബോധം എന്ന് പറഞ്ഞാൽ എന്താ? സെൽഫ് നോളേജ്, ആത്മജ്ഞാനം.
ആ ആത്മജ്ഞാനം കൊണ്ടല്ലാതെ മോക്ഷമില്ല. ബാക്കി എന്തെല്ലാം സാധനകളും അനുഷ്ഠാനങ്ങളും ചെയ്താലും അതൊക്കെ നമ്മുടെ മനസ്സിനെ ഈ ആത്മജ്ഞാനത്തിന് അർഹത ഉണ്ടാക്കാൻ, തയ്യാറാക്കാൻ സഹായിക്കാം എന്നല്ലാതെ അതൊന്നും നേരിട്ട് മോക്ഷ കാരണമല്ല. കാരണം താൻ പരിപൂർണനാണെന്നുള്ള വസ്തുത മറക്കലാകുന്ന അജ്ഞാനത്താലാണ് താൻ അപൂർണനായ ശരീരമാണെന്ന് വിശ്വസിക്കാനും വിചാരിക്കാനും തന്നെ ഇടയായതേ. ഇത് മനസ്സിലാവട്ടെ. അടിസ്ഥാന കാരണം മനസ്സിലാവണം. എന്തുകൊണ്ടാണ് ആത്മജ്ഞാനം കൊണ്ടുള്ളൂ, വേറെ ഒന്നും കൊണ്ടില്ല എന്ന് പറയാൻ കാരണം? ഇതിനു മുമ്പ് പഠന്തു ശാസ്ത്രാണ് യജന്തു ദേവാൻ, മുമ്പ് ആറാം ശ്ലോകത്തിൽ പറഞ്ഞു, വേദങ്ങൾ പഠിക്കട്ടെ, ശാസ്ത്രങ്ങൾ പഠിക്കട്ടെ, യാഗങ്ങൾ യജ്ഞങ്ങളും ചെയ്യട്ടെ, പൂജാദികൾ ചെയ്യട്ടെ, സോഷ്യൽ സർവീസ് ചെയ്യട്ടെ. ഇതൊക്കെ തനിക്ക് സകാമായി ചെയ്താൽ തനിക്ക് പേരിനും പ്രശസ്തിക്കും ബഹുമാനത്തിനും കാരണവും. അല്ല, അത് നിഷ്കാമായി ചെയ്താൽ മനഃശുദ്ധിക്ക് കാരണമാവും. മനസ്സിലായോ? പക്ഷെ അതുകൊണ്ടൊന്നുമില്ല. ബ്രഹ്മശതാന്തരേവി, 100 ബ്രഹ്മാവിന്റെ ആയുഷ്കാലം കഴിഞ്ഞാലും ആത്മൈക്യബോധേന വിനാ വിമുക്തിഹി നസിദ്ധി ബ്രഹ്മശതാന്തരേവി എന്ന് 3 ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആത്മൈക്യം, ഞാൻ ആത്മാവാണ്. ആത്മാവ് അനന്തമായ അഖണ്ഡമായ വസ്തുവാണ്, ബ്രഹ്മവസ്തുവാണ്. ആ ബ്രഹ്മമാണ് ഓരോ വ്യക്തിയിലുള്ള ആത്മാവ്. അനന്താകാശമാണ് ഓരോ മുറിക്കകത്തുള്ള ആകാശം. ആ ആകാശം പോലെ തന്നിൽ ദേഹാദികളെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ബോധമാണ് ഞാനെന്ന സാക്ഷാത്കാരം കൂടാതെ ഒരിക്കലും മോക്ഷം, 100 ബ്രഹ്മാവിന്റെ ആയുഷ്കാലം ഇതൊക്കെ നടത്തിക്കൊണ്ടിരുന്നാലും നമുക്ക് മോക്ഷമില്ല. മനസ്സിലാവുണ്ടോ? ഇത് വളരെ ശ്രദ്ധിക്കണം. ഈ ലോകത്തിലെ അധികം ആൾക്കാരും ആത്മജ്ഞാനത്തിനല്ല ശ്രമിക്കുന്നത്. യാഗം, യോഗം, സാങ്ക്യം, വൈശേഷികം, പൂർവ്വമീമാംസ, പൂജ, ഹോമം, എല്ലാവരും ഇപ്പൊ എന്താണ് യാഗങ്ങളെ പുറകെ പോകും. ഒരു യാഗം കഴിഞ്ഞാൽ ഒരു യാഗം, ഒരു യാഗം കഴിഞ്ഞാൽ ഒരു യാഗം. നമുക്ക് നടക്കുന്നത് യാഗം നടത്തി കുറച്ച് പണം ഉണ്ടാക്കാം, അത്ര തന്നെ. കുറച്ച് പേരും പ്രശസ്തി ഉണ്ടാക്കാം. മനസ്സിലായില്ലേ? ആത്മജ്ഞാനം, ഞാൻ ആത്മാവാണ്, സച്ചിദാനന്ദ സ്വരൂപിയായ ആത്മാവാണ് എന്ന സാക്ഷാത്കാരം കൊണ്ട് മാത്രമേ ആ സച്ചിദാനന്ദ സ്വരൂപത്തെ മറക്കലാകുന്ന, എന്നിട്ട് ശരീരമാണെന്ന് താണം തെറ്റിദ്ധരിക്കലാകുന്ന അജ്ഞാനം കൊണ്ടുണ്ടായ ആ ബന്ധത്തിൽ നിന്ന് മോചനമുള്ളൂ. ക്ലിയർ? ഓക്കെ. അപ്പൊ ഇവിടെ ഓരോരുത്തർക്കും വഴിയെ ലക്ഷ്യമായി തെറ്റിദ്ധരിക്കാൻ ഇടയാകാൻ സാധ്യതയുണ്ട്. പലപ്പോഴും നമ്മൾ അങ്ങനെ പറ്റണത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തില് ഇതെല്ലാം വഴികളാണ്. മനസ്സിലായോ? ആ വഴിയെ തന്നെ ലക്ഷ്യമായി തെറ്റിദ്ധരിച്ചാലോ പിന്നെ ലക്ഷ്യപ്രാപ്തിക്ക് ശ്രമിക്കുമോ? ശരിയോ? അമ്പലത്തിൽ പോകണ്ടല്ലോ, ഞാൻ പൂജ ചെയ്യേണ്ട പതിവായിട്ട്. എന്ന് ഞാൻ വീട്ടിൽ പൂജ ചെയ്യേണ്ട, എന്ന് ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടത്, ദാനധർമ്മങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ ആരും ഉപദ്രവിക്കണമെന്നില്ല, തട്ടിക്കലും പറ്റിക്കണമെന്നില്ല. നല്ല പിന്നെന്ത് വേണം? ഇപ്പം എന്തിനാത് ആത്മജ്ഞാനശ്രമം, എന്തിനാത് വിവേക ചൂടാമണിയൊക്കെ പഠിക്കണേ? ഇതാണ് നമ്മുടെ ഇടയിൽ അധികം ആൾക്കാരുടെ വിചാരം. 99% ആൾക്കാരൊക്കെ അറിയാം. മനസ്സിലായോ? എന്ത് അബദ്ധത്തിലാണ് നിങ്ങൾ വിവേക ചൂടാമണിക്ക് പേര് കൊടുത്തത് എനിക്കറിയില്ല. മനസ്സിലായോ? പേര് കൊടുത്ത നിലയ്ക്ക് ഇത് കേൾക്കാൻ നിങ്ങൾക്ക് യോഗം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി വരും. സംതിങ് ഗുഡ് യു ഹാവ് ഡൺ. മനസ്സിലായോ? അല്ലാണ്ട് തോന്നില്ല. നിങ്ങൾക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ സുഹൃതത്തിന്റെ ഫലമാണ്. എന്താ പറഞ്ഞത്? ജന്തൂനാം നരജന്മ ദുർലഭം. 2ാം ശ്ലോകം ഇടയ്ക്കിടയ്ക്ക് ദൂസത്വം ആയിക്കോട്ടോ, വൈകാട്ടാവണ വരെ. ജന്തൂനാം നരജന്മം, നരജന്മം ദുർലഭം. അതിൽ തന്നെ പൗരുഷ ഗുണങ്ങളുള്ള ജന്മം, പുംസ്ത്വം തതോ വിപ്രത. അതിൽ തന്നെ നോബൽ ക്വാളിറ്റീസ് ഉള്ള ജീവിതം, സൽഗുണങ്ങളുള്ള ജീവിതം അല്ലേ? തസ്മാത് വൈദിക ധർമ്മമാർഗപരത, വൈദിക ധർമ്മത്തെ അനുഷ്ഠിക്കാനുള്ള താല്പര്യം. അതിൽ പ്രവൃത്തിധർമ്മം അനുഷ്ഠിച്ചു, അതിന്റെ പരിമിതി മനസ്സിലായി, നിവൃത്തിധർമ്മത്തിലേക്ക് പ്രവേശിച്ചു, ശാസ്ത്രശ്രവണം മുതലായതിന്. തസ്മാൽ വൈദിക ധർമ്മമാർഗപരത. വിദ്വത്വം, അതിനുവേണ്ടി ഗുരുനാഥനെ സമീപിച്ചു. അപ്പോഴാണ് ശാസ്ത്രജ്ഞാനം ഉണ്ടാവണം, വിദ്വത്താവണത്. അസ്മാൽപരം, അതിനപ്പുറത്താണ് എന്ത്? ആത്മാനാത്മവിവേചനം. ആത്മാവിനെയും അനാത്മാവിനെയും വേർതിരിച്ചറിഞ്ഞ ആത്മാവിൽ ഉറക്കല്. സ്വനുഭവ, ആത്മാവിന്റെ അനുഭവം. ബ്രഹ്മ ആത്മനാ സംസ്ഥിതി മുക്തി. ഈ ആത്മാവ് ആണ് ഞാൻ, ആ ആത്മാവ് ബ്രഹ്മമാണ് എന്ന ആ സാക്ഷാത്കാരത്തിൽ കൊണ്ടുണ്ടാകുന്ന മുക്തി. ശതകോടി ജന്മ സുഹൃതൈർ പുണ്യേർ വിനാലഭ്യതയെന്ന്. 100 കോടി ജന്മത്തിൽ പുണ്യം ചെയ്തത് കൊണ്ടാണ് ഇതിന് തോന്നണമെന്ന്. മനസ്സിലായോ? ആ ശ്ലോകം വീണ്ടും വീണ്ടും ഓർക്കുക, എന്നാലേ നമുക്ക് ഇതിന്റെ മഹിമ മനസ്സിലാവുള്ളൂ. ശാസ്ത്രശ്രവണത്തിന് താല്പര്യം എന്തുകൊണ്ട് ഉണ്ടാവണില്ല എന്നും നമുക്ക് ഉണ്ടാവാൻ എന്താ കാരണം എന്നൊക്കെ മനസ്സിലാവും.
ശതകോടി ജന്മം, 100 കോടി ജന്മത്തിലെ പുണ്യം ഉണ്ടാവണം. എന്നാലേ ഇതൊക്കെ മനസ്സിലായി ഈ മറ്റുള്ള വഴികളെ മാർഗമാണെന്ന് പറഞ്ഞ് അതിന്റെ പരിമിതി മനസ്സിലായി ആത്മജ്ഞാനത്തിന് പരിശ്രമിക്കാൻ ഒരാൾക്ക് തോന്നുള്ളൂ. ക്ലിയർ? ഹരിയോ.